ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡി ഇൻഫ്ലുവൻസിങ് വീഡിയോ ആയിട്ടാണ്. ഡി ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്റ്റ്സ് എനിക്ക് വർക്ക് ആവാത്തത്, ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് എനിക്ക് അത്ര ആ പ്രൈസിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയോ ഒന്നും ഫീൽ ചെയ്യാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലുകൾ ഇല്ലാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹവർ ഗ്ലാസിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് പൗഡറാണ്. ഇത് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇറങ്ങിയ ടൈമിലും ഏകദേശം കുറേ ഇയേഴ്സ് ഇത് ഹൈപ്ഡാണ്. ബട്ട് ഐ ഡോണ്ട് ഫീൽ ദിസ് പൗഡർ ഡസ് എനിത്തിങ്. ചെറിയൊരു ഗ്ലോ തരുമെന്നല്ലാതെ ഇത് സെറ്റ് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഐ വിൽ ഷോ യു. ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ മാത്രം തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ദിസ് കോസ്റ്റ് മോർ ദാൻ 5,000 rupees ഈ ഒരു പ്രൊഡക്റ്റ്. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് വേർത്ത് ദ ഹൈപ്പ്. ഇത് ഒരു ഫിനിഷിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ ലുക്ക് തരും എന്നൊക്കെയാണ് പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞാനിത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. എന്തെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. സോ ഐ എം ടേക്കിംഗ് ദ പ്രൊഡക്റ്റ് ആൻഡ് അപ്ലൈയിങ്. ഇതിലെ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ആംബിയൻ ലൈറ്റ് ആണ് കേട്ടോ. സോ ഈ ഒരു ഭാഗത്താണ് ഞാൻ ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഈ പൗഡർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് 5,000 rupeesന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് വർത്ത് ദ ബൈ. സോ നിങ്ങളിത് വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം വേണമെങ്കിൽ. ഐ ഡോണ്ട് ഫീൽ ദിസ് ഈസ് ഡൂയിങ് സോ മച്ച്. കാരണം ഞാൻ കുറച്ചും കൂടി എടുത്ത് വന്നാൽ രണ്ട് സൈഡും ഏകദേശം സെയിം പോലെയാണ്. ഒരു ഫിൽറ്റർ ലുക്കോ ഒന്നും ഇതിന് തരുന്നില്ല. പിന്നെ വരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് മാക്കിൻ്റെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ എന്ന് പറയുന്ന ഹൈലൈറ്ററാണ്. ഇത് ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അറൗണ്ട് 3,000 or 4,000 rupees ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലെ ഗ്ലിറ്റേഴ്സ് ഷിമ്മേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഒരു ഗോൾഡൻ ഗ്ലിറ്ററും ഷിമ്മറൊക്കെ ഉണ്ട്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ നമ്മൾ ഒരു ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു നാച്ചുറൽ ഗ്ലോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഗ്ലിറ്റേഴ്സും ഷിമ്മേഴ്സും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. വീഡിയോസിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗിവിങ് ദ ഗ്ലോ, വെരി മച്ച് ഗ്ലോ ഇറ്റ്സ് ഗിവിങ്. പക്ഷേ ഒരു സബ്റ്റിൽ ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് ഈസ് വർത്ത് ദ പ്രൈസ് ആൻഡ് വർത്ത് ദ ഹൈപ്പ്. മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഈ റെയർ ബ്യൂട്ടിയുടെ ബ്ലഷ് എന്ന് പറയുന്നത്. ഭയങ്കര ഹൈപ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പല വീഡിയോസിൽ പല ആളുകളും ഇതൊന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് ഈസ് വർത്ത് ദ പ്രൈസ് യു സ്പെൻഡ്. ഓക്കെ, എൻ്റെ അടുത്ത് മിനി ആണുള്ളത്. ഇത് ഞാൻ അത് ഇറങ്ങിയ ടൈമിൽ ഇതേപോലെ ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നല്ലോ. ഹൈപ്ഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഒരു താല്പര്യമായിരിക്കും. ഇതങ്ങനെ ഈസി ടു ബ്ലെൻഡോ ഒന്നുമല്ല. ആൻഡ് കുറച്ചിട്ടാൽ തന്നെ ഭയങ്കര കൂടിയ പോലെ ഫീൽ ചെയ്യും. ആൻഡ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഈ ഒരു മിനിയുടെ പ്രശ്നമാണോ അതൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് ഫീൽ ദിസ് ഈസ് വർത്ത് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിലാറ് നല്ല പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇതിലാറ് പ്രൈസ് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് എന്ന് പറയുന്നത് ഹ്യൂദ ബ്യൂട്ടീൻ്റെ സിൽക്ക് ബാം ആണ്. ഇത് ഒരു ഭയങ്കര തിക്കാണ്. ഒരു ഗ്ലോസിനെസ്സും തരുന്നില്ല, ഒരു ബാമിൻ്റെ ഫീലിങ്ങും തരുന്നില്ല. എന്താ പറയുക, എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടില്ല. അതും അതിൻ്റെ മിനി പ്രൊഡക്റ്റാണ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദിസ് ഈസ് വർത്ത് ദ പ്രൈസ് വി സ്പെൻഡ്. ആൻഡ് ഇതിലെ ഷെയ്ഡ് വരുന്ന ബ്ലഷാണ് കേട്ടോ. പ്ലംബിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഇതൊരു തുള്ളി പ്ലംബ് ചെയ്യില്ല ലിപ്സ്.
ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇത് ഒരു തുള്ളി പോലും പ്ലംബ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിലാറെ നല്ലൊരു പ്രോഡക്റ്റാണ് ടു ഫേസിൻ്റെ ലിപ് പ്ലംബ്. അത് നന്നായിട്ട് പ്ലംബ് ചെയ്യും, ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവും, നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. സോ ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടു ഫേസിൻ്റെ വാങ്ങിക്കാൻ പറ്റും. സോ ഐ എം ഡി ഇൻഫ്ലുവൻസിങ് ഫോർ ദിസ് പ്രൊഡക്റ്റ്. പിന്നെ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ് ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു വന്ന ടൈമിലൊക്കെ. ഇത് ഇറങ്ങിയ ടൈമിൽ ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. പക്ഷെ നോക്കൂ, ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റിക്നെസ്സും നമ്മൾ മേക്കപ്പിൻ്റെ മേലെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. ഇഫ് വി യൂസ് ലൈക്ക് ദിസ് സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യാം. അതേപോലെ ഇത് ഭയങ്കര ഒരു ഹാർഡായ ഒരു പ്രോഡക്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ആൻഡ് പാക്കേജിങ് ഈസ് ദ വേഴ്സ്റ്റ് തിങ്. നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് കിട്ടുന്നത്. സോ എനിക്ക് ഇത് വേർത്തായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇത് അത്രക്ക് ഒരു പ്രൊട്ടക്ഷനും തരുന്നില്ല. സോ ഐ ഡോണ്ട് ഫീൽ ദിസ് ഫോർ ദ പ്രൈസ് ദിസ് ഇസ് ദ വർത്ത് ഓർ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യണം എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാ ഒരു സൺസ്ക്രീൻ ആണ് എപ്പോഴും ബെസ്റ്റ്. ആൻഡ് ഫോറെവർ 52ൻ്റെ ഒരു ഐബ്രോ അല്ല കേട്ടോ, ഫോറെവർ 52ൻ്റെ ഒരു ബ്രൗൺ ഐലൈനറാണിത്. ലോങ് വിയർ ജെൽ ഐലൈനർ ടാറ്റു. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. പെട്ടെന്ന് തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ലൈനറിൻ്റെ അത് വരുന്നില്ല. ആൻഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് ദിസ്. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് വർത്ത് ദ പർച്ചേസ്. ഇപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇനി പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ ഉണ്ടാവുക. സോ എനിക്ക് കെ ബ്യൂട്ടിയുടെ അധികം പ്രോഡക്ട്സും വർക്കായിട്ടില്ല. അതേപോലെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ എന്തെങ്കിലും പോർഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെറിയ ഗ്ലിംസ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ആൻഡ് അതിൻ്റെ കൺസീലറാണിത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കൺസീലറായിരുന്നു ഇത് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു. സോ അതാണ് വാങ്ങാൻ ഒരു റീസൺ. കാരണം കൺസീലർ പേഴ്സൺ ആണ് ഞാൻ. എനിക്ക് ഭയങ്കര അണ്ടർ ഐ ഡാർക്ക് സർക്കിൾ ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. സോ ഇത് എനിക്ക് വർക്ക് ആവാത്തൊരു പ്രോഡക്റ്റാണ്. ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. അതേപോലെ എന്താ പറയുക, ഒരു കൺസീലർ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവം ഇതിനില്ല. ആൻഡ് എനിക്ക് ഫൈൻ ലൈൻസ് ഉണ്ട്. ആ ഫൈൻ ലൈൻസിലൊക്കെ പോയിരിക്കും. ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. കുറച്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസീലർ ഇട്ടിട്ടുണ്ട് എന്ന് പോലും ഫീൽ ആവാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതിലെ തന്നെ കളർ കറക്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് ദ ഫൗണ്ടേഷൻ ഓൾസോ ഡിഡിൻറ്റ് വർക്ക് ഫോർ മീ. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അതിൽ വർക്ക് ആയിട്ടില്ല. ഞാൻ കുറേ പല ബ്രഷുകളും ഒക്കെ വെച്ചിട്ട് ഞാൻ യൂസ് ആക്കി നോക്കി. നമ്മൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഒരു പ്രൈമർ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എല്ലാം എന്താ പറയുക, ഡ്രൈ പാച്ചസിലൊക്കെ ഇരിക്കും. എന്നിട്ട് ഡസ് നോട്ട് ഗുഡ്. പിന്നെ ഒരു കവറേജും ഇല്ല. പിന്നെ എന്തിനാണ് ഒരു ഫൗണ്ടേഷൻ വാങ്ങുന്നത് എന്ന് വെച്ചാൽ കവറേജും ഇല്ല. എൻ്റെ എല്ലാ ടെസ്റ്റേഴ്സും എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ഡീക്ലട്ടേർഡ് ഇറ്റ്. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ അതാണ് ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള നല്ല സ്കിന്നാണെങ്കിൽ മേ ബി ഓയിലി ടു നോർമൽ സ്കിന്നാണ്, നിങ്ങളുടെ സ്കിന്ന് നല്ലതാണ്, ഒരു പാടും കാര്യങ്ങളും ഒന്നുമില്ലാത്തൊരു സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് എ ബ്യൂട്ടി ഫൗണ്ടേഷന് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ്, മെച്ചുവേർഡ് ആണ്, ഫൈൻ ലൈൻസ് ഉള്ള സ്കിൻസ് ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരിക്കും നല്ലത്. സോ ദീസ് ആർ ദ പ്രോഡക്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.